ഹായ്, ക്രേസി ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പുളിയില്ലാത്ത നല്ലൊരു വെള്ളച്ചട്നി ഉണ്ടാക്കാം. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഉഴുന്നുവടയ്ക്കും എല്ലാം പറ്റിയ ഈ ചട്നി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2 കാഷ്നട്ട് ഇട്ട് കൊടുക്കുക. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇത് ഇട്ടാൽ കുറച്ചൊരു ടേസ്റ്റ് കിട്ടും, പിന്നെ ഒരു കൊഴുപ്പും കിട്ടും. ഇതിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇതിന് ടേസ്റ്റിന് യാതൊരു വ്യത്യാസവും വരില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ഇടാം. ഇനി ഇതൊരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ആറാൻ വയ്ക്കാം. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയൊരു ജാർ എടുക്കുക. അതിലേക്ക് ഒരു 4 എരിവുള്ള കാന്താരി മുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 3.5 ടീസ്പൂണോളം ടേബിൾ സ്പൂണാണ് നാളികേരം ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അവസാനം വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആറാൻ വെച്ചിരുന്ന നമ്മുടെ ഉഴുന്ന് പരിപ്പും കാഷ്നട്ടും ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ഇടേണ്ടത് ഒരു ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് 2ആയി മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ തിളപ്പിച്ചാറിയതിന് ശേഷമുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പം നമ്മുടെ ചമ്മന്തി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഇനി ഈ വെള്ളം ഒന്ന് കഴുകി ഒഴിക്കുമ്പോഴും ആ വെള്ളവും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് നമുക്ക് ഇത് കഴുകി ഒഴിക്കാനും. നമ്മൾ ഈ ചട്നി ഇനി തിളപ്പിക്കില്ല, അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ലേശം ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു 2 വറ്റൽമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 വേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകും വേപ്പിലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചട്നിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ലാണ് ഇപ്പോൾ കിച്ചണിൽ. ഉലുവയും ഉള്ളിയും ഒക്കെ കാച്ചി ഇതിനകത്തേക്ക് ഒഴിച്ചപ്പോഴേ ആഹാ, സൂപ്പർ ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മുടെ പുളിയില്ലാത്ത നമ്മുടെ വെള്ളച്ചട്നി, വെള്ളച്ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇഡലിക്കും ദോശയ്ക്കും ഉഴുന്നുവടയ്ക്കും ബോണ്ടയ്ക്കും എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. പിന്നെ നമ്മൾ 1-2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പ് കറക്റ്റായിരിക്കണം. പിന്നെ ഇതിനകത്തേക്ക് ഒഴിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയതായിരിക്കണം. അത് കാരണം നമ്മൾ ഈ ചമ്മന്തി പിന്നെ തിളപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്തെടുത്താൽ നല്ല സൂപ്പർ ചട്നി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാ നമ്മുടെ ചട്നി കണ്ടോ, കാണാൻ പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കൊന്ന് അല്പം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ചെടുത്തൊന്ന് കഴിച്ച് നോക്കട്ടെ. ഹോ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇഡലിക്ക് മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ മസാലക്കറിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ചട്നി മാത്രം മതി. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ ചട്നി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.